ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണ് നമ്മൾ ഇന്നൊരു എഗ്ഗ് കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. വെജിറ്റബിൾസൊക്കെ ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ലഞ്ചിൻ്റെ കൂടെയോ നമുക്ക് 2-3 ബൈറ്റ്സ് വെച്ച് കൊടുത്താൽ മതിയാവും. കുട്ടികൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് നമ്മളൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. സാധാരണ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അളവ് കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് മുട്ടയ്ക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ ഫോർക്ക് കൊണ്ട് തന്നെ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കുരുമുളക് ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒത്തിരി എരിവൊന്നും കാണത്തില്ല. കൊച്ചുമക്കൾക്കും ഈ ഒരു 1/4 ടീസ്പൂണോളം അളവ് കുരുമുളക് ചേർക്കുന്നത് നന്നായിരിക്കും. ഒട്ടും എരിവ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒരു ചെറിയൊരു മീഡിയം സൈസ് സവോള, അത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് ഓംലേറ്റിനൊക്കെ നമുക്ക് കട്ട് ചെയ്യത്തില്ല, അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റും കൂടെ. ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ആ മുട്ടയുടെ മിക്സിലോട്ട് നമ്മൾ ചേർത്ത്, അത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ടയുടെ മിക്സിലോട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ഫസ്റ്റ് ചൂടാവട്ടെ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നാടനൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും നമുക്ക്. അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒത്തിരി നല്ലതാണല്ലോ നമ്മുടെ ഹെൽത്തിനൊക്കെ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വേണം അരിയാനായിട്ട്. ഈ സവോള ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. കാരണം സവോള നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടും. ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഒത്തിരി നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അതൊക്കെ ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് ആ മുട്ടയോടെ കഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം നമുക്ക് സവോള ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ സവോള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കുക, ക്യാപ്സിക്കം, എന്നിട്ട് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ടൊമാറ്റോ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, ഏറ്റവും ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല വേണമെങ്കിൽ, വലിയ ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മളൊരു 1/4 ടീസ്പൂണോളം അളവ് മുളക് പൊടി മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ മുട്ടയിലേക്ക് നമ്മൾ ഓൾറെഡി മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അളവ് മുളക് പൊടി ചേർക്കുക. നമ്മൾ നേരത്തെ അതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും ഈ വെജിറ്റബിൾസിൽ ഒരു 1/4 ടീസ്പൂണോളം അളവ് മുളക് പൊടി ചേർക്കുക. അത്രയും ചേർത്താൽ പോലും കുഞ്ഞുമക്കൾക്ക് കഴിക്കേണ്ട എരിവേ വരുന്നുള്ളൂ. അപ്പോൾ അഥവാ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കുക്കായതിന് ശേഷം ഒരു 2 മിനിറ്റ് കുക്കായതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോ കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ടയുടെ മിക്സിലേക്ക് ഇത് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ വെജിറ്റബിൾസും മുട്ടയായിട്ട് ഒന്ന് ചേരണം. അതിനുശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ചട്ടി ഉണ്ടല്ലോ, അതൊന്നും എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി കൂടുതൽ ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന കണക്ക് നിറയെ ഒഴിക്കാൻ പാടില്ല, കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ആ മിക്സ് ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ മുട്ട പെട്ടെന്ന് നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചും കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ അടച്ച് വെക്കാതെ കുക്ക് ചെയ്തപ്പോഴേക്കും നന്നായിട്ട് നല്ല സോഫ്റ്റും നല്ല പഫി ആയിട്ടുള്ളൊരു നല്ല ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ടൊന്ന് മറിച്ച് കൊടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഒന്ന് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ 2 ബൈറ്റ്സ് മക്കൾക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുക. അവർ വെറുതെ തന്നെ ഈവനിങ് സ്നാക്സായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഏതാണ്ട് 2 സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിനി ഇത് കോരി മാറ്റാം. ഇത് ഒത്തിരി ഓയിൽ അങ്ങനെ കുടിക്കത്തൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് കുറച്ച് വേണമെങ്കിൽ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി പാൻ എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും, ഓയിൽ ഒഴിക്കാതെ. അതും നന്നായിട്ട് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ ബട്ടറിലോ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഒരു വെറൈറ്റി നല്ലൊരു റെസിപ്പി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എന്നും മുട്ട കൊണ്ട് ഒരേ റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാതെ എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്കും അത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾ കഴിക്കാത്ത മക്കളൊക്കെ ഇത് നന്നായിട്ട് കഴിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.